ഹായ്, എന്താണ് ജന്തർ മന്ദറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, കുറെ പേര് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇരുന്നു, ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഇരുന്നു, ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇരുന്നു, കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ശരിക്കും എന്താണ് ജന്തർ മന്ദറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് ബേസ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത് മെയ് 5 തീയതിയാണ്. ഓക്കെ, മെയ് 5 തീയതി ഫസ്റ്റ് നീറ്റ് എക്സാം നടക്കുന്നു. ഓക്കെ, ശേഷം ഗവൺമെന്റ് ഏജൻസി ആയിട്ടുള്ള നോട്ട് ദ പോയിന്റ് ഗവൺമെന്റ് ഏജൻസി ആയിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചോദ്യപേപ്പർ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ശേഷം ഇത് പോലീസ് കേസ് ആവുന്നു, അന്വേഷണം വരുന്നു, 13 പേര് ഉൾപ്പെടുന്ന ഒരു സംഘം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. സോ ഈ അന്വേഷണത്തിന് ശേഷം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ മീഡിയ, എല്ലാ മീഡിയകളുടെ മുന്നിൽ വന്നിട്ട് പറയാണ്, ഐ എം അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്, മൈ ഡിപ്പാർട്ട്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്, അതിന് കറക്ഷൻ എന്നുള്ള രീതിയിൽ അറൌണ്ട് 1500 കുട്ടികളെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് റീടെസ്റ്റ് പറയാണ്, റീടെസ്റ്റ് കണ്ടക്ട് ചെയ്യാവുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തു. ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള പ്രശ്നം അനലൈസ് ചെയ്തു. അതിന്റെ റെസൊല്യൂഷൻ കണ്ടെത്തി ഇനി മുതൽ CBT എക്സാംസുകളായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഓക്കെ, CBT മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളായിരിക്കും, അതെല്ലാം ഡബിൾ എൻക്രിപ്റ്റഡ് ആയിരിക്കും, സോ ദാറ്റ് ഡബിൾ സേഫ്റ്റി ഉണ്ടാവും. ഓക്കെ, ഇനി മുതൽ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ ചോർന്നു എന്നുള്ളൊരു സംഭവം ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പരിഹാരം കൂടെ കണ്ടെത്തി. അതിൽ ശരിക്കും ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒരു ഫോൾട്ട് ഉണ്ടായി. ഓക്കെ, അതിനെ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, അത് അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ റീടെസ്റ്റ് ചെയ്തു, അവരുടെ റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്താണ്, ഇത് ശരിക്കും ഒരു ആന്റി ഗവൺമെന്റ് പ്രൊപ്പഗൻഡയാണ്. ഓക്കെ, ഗവൺമെന്റിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിനെതിരായിട്ടുള്ള എന്തോ ഒരു വലിയ സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അതുവഴി ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുക. ഓക്കെ, അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അവരുടെ ഡിമാൻഡ് എന്നുള്ളത്? 3 കാര്യങ്ങളാണ് അവർ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. രണ്ടാമത്തെ കാര്യം സോനം വാങ്ചോക്കിനെ റിലീസ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം സൂയിസൈഡ് ചെയ്ത 20 കുട്ടികളുണ്ട്. നീറ്റ് എക്സാം ഫസ്റ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞപ്പോൾ സൂയിസൈഡ് ചെയ്ത 20 കുട്ടികളുണ്ട്. അവരുടെ ആ കുട്ടികൾക്ക് 1 crore rupees വീതം നഷ്ടപരിഹാരം കൊടുക്കുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് ജന്തർ മന്ദറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ, ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ടാണ് പല ഭാഗത്തു നിന്നും സെലിബ്രിറ്റീസ്, ഈവൻ കേരളത്തിൽ നിന്ന് പോലും സെലിബ്രിറ്റീസ് പോകുന്നത്. ഓക്കെ, സോ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, കേരളത്തിൽ എന്തോരം പൊളിറ്റിക്കൽ അഫയേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് നടന്നിട്ടുണ്ട്. ഇതിലൊന്നും പ്രതികരിക്കാത്ത ആളുകൾ പോലും ഡൽഹിയിലെത്തി. സോ ദാറ്റ് വെയർ ദ ഫണ്ട് ഈസ് കമ്മിങ് ഫ്രം, ഓക്കെ, ഹൂ ഓൾ ആർ ബാക്കിംഗ് അപ്പ് ഓൾ ദീസ്, അത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യം ആവശ്യപ്പെടുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് നീറ്റ് എക്സാം മാത്രം കണ്ടക്ട് ചെയ്യുന്ന അല്ല, ഒരു അതോറിറ്റിയുടെ ഹെഡ് അല്ല. ഓക്കെ, ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ടുള്ള IIT, IIM അല്ലെങ്കിൽ എക്സാം കണ്ടക്ടിംഗ് ബോഡീസ് ആയിട്ടുള്ള NTA, UPSC, RRB, IBPS അങ്ങനെയുള്ള എല്ലാ അതോറിറ്റീസിന്റെയും കൂടി ഹെഡാണ്. ഓക്കെ, ഇങ്ങനെ ഒരു അലിഗേഷന്റെ പുറത്ത് സ്വന്തമായിട്ട് അല്ലെങ്കിൽ രാജിവെച്ചിട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങളെ അഫക്ട് ചെയ്യുന്ന ഒരു മാറ്ററാണ്. ഓക്കെ, അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരു അലിഗേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യുന്നത്, അത് എന്താണെന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടെത്തി അതിനൊരു റെസൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്, ഇനി അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് അതിനൊരു റെസൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യം. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് ഓൾറെഡി റെസൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞ് മുതൽ CBT എക്സാം ആയിരിക്കുമെന്ന് അനൗൺസ് ചെയ്തു. പിന്നെ എന്തിനാണ് ഈ സമരം? ഇനി ആരാണ് സോനം വാങ്ചോക്ക്? നെക്സ്റ്റ് ഇഷ്യൂ ആണ് സോനം വാങ്ചോക്ക്. ഓക്കെ, ആരാണ് സോനം വാങ്ചോക്ക്? ഓക്കെ, ഐ എഗ്രി, സോനം വാങ്ചോക്ക് ഈസ് എ വെരി ഫേമസ് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, വി ഓൾ നീഡ് ടു റെസ്പെക്ട് ഹിം. പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. യെസ്, ഓഫ് കോഴ്സ് ഐ എഗ്രി വിത്ത് ദാറ്റ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എന്തിനാണ് സോനം വാങ്ചോക്ക് ഇതിന്റെ കൂടെ ചേർന്നിരിക്കുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് എ തിങ് ടു ബി ക്വസ്റ്റ്യൻ. ഇപ്പോഴെന്താണ് ഇതിന്റെ ഫാക്ടർ? ഓക്കെ, അത് കുറച്ചും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ഈ കേരളത്തിൽ നിന്ന് പോലും എന്താണ് സെലിബ്രിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഈവൻ കേരളത്തിൽ 100 കൂട്ടം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആൻഡ് മറ്റു പല കാര്യങ്ങളുള്ളപ്പോഴും മൂടി കെട്ടിയിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്നത്, ഡൽഹിയിൽ നിന്ന് മീഡിയയിൽ സംസാരിക്കുന്നത്. ഓക്കെ, തിങ്ക് അബൌട്ട് ഇറ്റ്. കേരളത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാതെ അത് എന്തിനാണെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്തിരി സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇത്തിരി ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പുറത്ത് വരിക എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കാര്യമാണ്, പബ്ലിക് അറ്റൻഷൻ കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, സോ ഹൂ ഓൾ ആർ ഫണ്ടിങ് ദിസ്? ഓക്കെ, ഹൂ ഓൾ ആർ ബാക്കിംഗ് അപ്പ് ദിസ്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദിസ് ഈസ് ആൻ ആന്റി ഗവൺമെന്റ് പ്രൊപ്പഗാൻഡ. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഇതൊരു ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെതിരെയുള്ള ഫൈറ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ന്യൂ ജനറേഷൻ. ഓക്കെ, പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിന് റെസൊല്യൂഷൻ കിട്ടുമ്പോൾ അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ എന്തിനാണ് പിന്നെയും സമരം അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുന്നത്, പിന്നെയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഓക്കെ, മെയിൻ ആ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്തിനാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ പ്ലീസ് ഈ സ്റ്റാറ്റസും വാട്സ്ആപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസും ഒക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ പ്ലീസ് മനസ്സിലാക്കുക, ദിസ് ഇസ് ആൻ ആന്റി ഗവൺമെന്റ് പ്രൊപ്പഗാൻഡ. ഓക്കെ, ഇതൊരിക്കലും ഒരു പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ല. ഓക്കെ, ഇത്ര വലിയ കാര്യമായിട്ട് ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇതിന് എവിടുന്ന് അസാധാരണമായിട്ടുള്ള ഒരു ഫണ്ട് വരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ആരോ ഇതിലേക്ക് ബാക്ക് ചെയ്യുന്നുണ്ട്. മേ ബി ഇത് ഏതെങ്കിലും വിദേശ ശക്തികളാവാം, ഇല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ സിസ്റ്റം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആരെങ്കിലും ആവാം. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഇത് ഒരിക്കലും നമ്മുടെ കൺട്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ല. പ്ലീസ് അത് മനസ്സിലാക്കി. അല്ലെങ്കിൽ ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ല. ആണെന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ കണ്ടെത്തി അത് അവിടെ കൊണ്ട് കഴിയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും ഇതിനെ ഡ്രാഗ് ചെയ്ത് വലിച്ചു നീട്ടി കാര്യങ്ങൾ വലുതാക്കി ഇത്രത്തോളം പ്രശ്നങ്ങളോട്ട് എത്തിക്കുന്നത്, ഇത്രത്തോളം സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇത്രത്തോളം മീഡിയ അറ്റൻഷൻ കാര്യങ്ങളെല്ലാം ഇതിന് കിട്ടുന്നതിന് ഒരു ഹിഡൻ പ്രൊപ്പഗാൻഡയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ആന്റി ഗവൺമെന്റ് പ്രൊപ്പഗാൻഡ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. താങ്ക് യു.